ചെന്നൈയിലെ താപവൈദ്യുത നിലയത്തിൽ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ 9 തൊഴിലാളികൾ മരിച്ചു. ആർച്ച് നിർമ്മാണത്തിനിടെ ചെന്നൈ ഏന്നൂർ താപവൈദ്യുത നിലയത്തിലാണ് ഈ അപകടമുണ്ടായത്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായിട്ട്. ശ്രീധരൻ, അപകടം എപ്പോഴാണ് സംഭവിച്ചത്? കൂടുതൽ ആർക്കെങ്കിലും പരിക്കുകൾ പറ്റിയോ? എല്ലാവരെയും എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ആളുകൾ? എന്താണ് വിവരം? ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നോർത്ത് ചെന്നൈയിലെ എന്നൂർ തെർമൽ പവർ പ്ലാന്റിലാണ് അപകടമുണ്ടായത്. ഇവിടെ ഒരു ആർച്ച് നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 30 അടിയോളം ഉയരത്തിൽ നിന്ന് കമ്പികളൊക്കെ പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു. നിരവധി തൊഴിലാളികൾ ഇതിന് കീഴിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ ദേഹത്തേക്കൊക്കെയാണ് ഈ ആർച്ച് തകർന്നു വീണത്. ഇതോടൊപ്പം തന്നെ ഈ മുകളിൽ കയറി നിന്നും ആളുകൾ ജോലി ചെയ്തിരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതൽ അപകടത്തിൽപ്പെട്ടത്. 9 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10 പേർ കൂടി പരിക്കേറ്റ് ആശുപത്രിയിലുണ്ട്. ഇവരെല്ലാം തന്നെ ചെന്നൈയിലെ സ്റ്റാൻലി സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അതിദാരുണമായിട്ടുള്ള അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. തമിഴ്നാട് വൈദ്യുതി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സ്റ്റാൻലി ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഇതെങ്ങനെ തകർന്നു എന്ന് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇലക്ട്രിസിറ്റി ബോർഡിനൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ഇത് ഉടൻ തന്നെ പരിക്കേറ്റ തൊഴിലാളികളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനായി എന്നുള്ളത് ഈ അപകടത്തിന്റെ തീവ്രത അല്പം കുറച്ചുണ്ട്. എന്നാൽ പോലും 9 ജീവനുകൾ പൊലിഞ്ഞു എന്നുള്ളത് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ്. പരിക്കേറ്റ ആളുകളുടെ നിലയിൽ ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റിട്ടുള്ളത് 2 പേർക്കാണ്. ബാക്കി 8 പേരുടെ നില അത്ര പ്രശ്നമുള്ളതല്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ശ്രീധരൻ, ഇപ്പോൾ 2 ദിവസം മുമ്പാണ് കരൂരിലെ ആ വലിയ ദുരന്തം. അതിന് പിന്നാലെ 9 പേരുടെ ജീവൻ നഷ്ടമാകുന്നു. വേണ്ടത്ര ഒരു സുരക്ഷാ മുൻകരുതലൊക്കെ ഇല്ലാതെയാണോ കാര്യങ്ങൾ നടത്തിയതെന്നാണോ? വേണ്ട വിധത്തിലുള്ള പരിശോധനകൾ ഇവിടെ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും ഇത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ ഇനി വരൂ. ഏതായാലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അത്ര ഉയരത്തിൽ നിന്ന് കമ്പികളൊക്കെ താഴേക്ക് തകർന്ന് വീണതായിട്ടാണ് കാണുന്നത്. തൊഴിലാളികൾ അതിന് കീഴിൽ നിന്ന് ജോലി ചെയ്യുകയായിരുന്നു എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് അത്ര സുരക്ഷിതമായിട്ടുള്ള സാഹചര്യത്തിലല്ല എന്നാണ് ദൃശ്യങ്ങൾ. ശരി, എന്തായാലും സങ്കടകരമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്.